വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡ്യൂട്ടിക്ക് പോയേക്കുക. അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് ഇവിടെ ഇരുന്ന് ബോറടിച്ചു. അപ്പം ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും നമ്മൾ ഈ ഒരു റീൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കിയായിട്ട് അതുപോലത്തെ തന്നെ പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കത്തില്ലേ. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു പാട്ട്, ഗജനിയിലെ അസിൻ ഇതാക്കിയ ഒരു പാട്ട്, എല്ലാവരും അതിങ്ങനെ എടുത്തെടുത്ത് ട്രൈ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ലിറിക്സൊക്കെ കുറച്ച് കട്ടിയാണ്. പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം അതങ്ങനെ പാടണമെന്ന്. അപ്പം ഞാൻ കുറേ നേരം ഇരുന്ന് പഠിച്ച് അതിൻ്റെ ലിറിക്സ് കുറച്ച് പഠിച്ച്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് പാടാവേ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയണേ. ഞാൻ ആദ്യം തന്നെ പാട്ടൊന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ ഇതാണ് പാട്ട്. ഞാൻ പാടാൻ പോവാണ്. എങ്ങനെ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ പാട്ടുകാരിയല്ല, ഞാൻ ആദ്യം പറയുന്നത് ഞാൻ പാട്ടുകാരിയല്ല. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടാൽ അറിയാം നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് പാട്ട് പാടുന്നതെന്ന്. സോ ജസ്റ്റ് ഒരു ട്രൈ. ഓക്കെ, അപ്പോൾ ഗായ്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പിന്നെയും പറയുകയാണ്, ഞാൻ പാട്ടുകാരിയല്ല. സോ ദയവ് ചെയ്ത് എന്നിൽ നിന്നും അമിതമായി എക്സ്പെക്റ്റ് ചെയ്യരുത് പ്ലീസ്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇതോടെ സ്റ്റോപ്പ് ചെയ്തേക്കാം ഗൈസ്, പ്ലീസ്. സോറി. സോറി. വൺസ് മോർ ഞാൻ തുടങ്ങാം. நான் கனவில கவிதைய எழுத முயல சில பழையன கழியுது புதியன வருகுது எரள வரல மின்சாரம் என் கையில் ஓடும் சும்மாவே தொட்டாலும் போதும் தொடவா யாரும் நெருங்கி அருகினில் வரவில்லை. ஓ ரஹத்துள்ள ரசிக்கிறவல்ல நீ அசுப்புற ஹசிப்புல நல்லா இரு மரங்களில் இருக்கிற கூத்து இது சுட இருக்குது சுருதிய ஆத்து. അപ്പോൾ ഗൈസ് അതാണ് എൻ്റെ ട്രൈ. എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം അതൊന്ന് പാടണമെന്ന്. സോ അതുകൊണ്ട് ഞാൻ പാടിയതാണ്. ഇനി നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇനി മേലിൽ ആവർത്തിക്കില്ല ഗൈസ്. ഓക്കെ, അപ്പം പാട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.